ബിനീഷ് ബാസിന് ഇറങ്ങിയിട്ട് ഇത് എങ്ങനത്തെ മഹോത്സവമാക്കണം എന്നുള്ളത് നോക്കാം. ഇതിൽ നിങ്ങൾക്കൊരു ഫ്രീ ഗേറ്റ് ഓപ്പണിംഗ് നിങ്ങൾക്ക് തരികയാണ്. ആർക്ക് വേണമെങ്കിലും കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാം. ഒരാൾ മാത്രം കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുക ബിനീഷ് ബാസിനെ. കേട്ടാ മനസ്സിലാവൂ? ബെസ്റ്റ്. അനുവാണ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ സെറ്റ്. ഓക്കെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗെറ്റ് റെഡി. അടിയുടെ പൂരവും പൊടിയേരി കഞ്ഞിയായി കുഞ്ഞ്. അടിയുടെ പൂരവും പൊടിയേരി കഞ്ഞിയായി കുഞ്ഞ്. So count down please. 3, 2, 1. എനിക്ക് ഇറക്കി വിടണ്ടേ? ഏത് പൊട്ടനടാ? അറിയില്ല. അവനില്ലേ ലെഫ്റ്റ് റൈറ്റ് അവൻ അറിഞ്ഞൂറാ. അവിടെ നിന്നിട്ട് അടിക്കണോ? ലെഫ്റ്റ് ലെഫ്റ്റ് മോളില് മോളില് ഈശാനി. ബിനീഷ് ബാസ്റ്റിൻ തലകറങ്ങി. ബിനീഷ് ബാസ്റ്റിൻ ചോറ് കണ്ട തലകറങ്ങി. റോസാപ്പൂവിന്റെ ആ ചുമന്ന കളർ കണ്ടിട്ട് തല കറങ്ങിയത് രാവിലെ. ഫോർട്ട് കൊച്ചിയിലെ ഗുണ്ട ചോര കണ്ട് ഛർദിക്കാൻ വന്നിരിക്കുന്നു, തല കറങ്ങി. നോക്കിയല്ലേ? അങ്ങനെ ബിനീഷ് ബാസ്റ്റിൻ ഇതാ ഗെയിം കണ്ടിന്യൂ ചെയ്യാണ്. ഫ്ലോർ ഫ്ലോർ റൈറ്റോ ലെഫ്റ്റ് ലെഫ്റ്റ് ഫ്ലോർ. ഫ്ലോറെന്ന് പറയല്ലേ, അവൻ അറിയില്ല. റൈറ്റ് വലത്തോട്ട് വലത്തോട്ട് വലത്തോട്ട്. ഫ്ലോർ അല്ല, തറ തറ. അയ്യോ മണ്ട. ബാക്ക് ബാക്ക് ബാക്ക്. തല്ലിക്കൊന്നാൽ മാത്രം പോരാ, അവരെ കത്തിച്ചേരെ. ഒരു മനുഷ്യനെ പോലും ഔട്ടാക്കിയില്ല മണ്ട. ഇത് നീ തല്ലുന്നതാണ് ഗെയിം കേട്ടാ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് പൊടി പാകം. ഇതാണ് പറഞ്ഞ, ഇതാണ് കറക്റ്റ് മണ്ടമോൽ. അടിയുടെ പൂരം പൊടിയേരി കഞ്ഞി. അടിയുടെ പൂരവും പൊടിയേരി കഞ്ഞിയായി കുഞ്ഞ്. അപ്പൊ ഓപ്പോസിറ്റ് ടീം ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നേരത്തെ അടി കിട്ടിയവർ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഐശ്വര്യ. രണ്ടെണ്ണം ശാലം. കിട്ടും, ഇവന്മാരെ കിട്ടും. ഈ മണ്ടന്മാരാണ് എക്കത്ര കിട്ടും നമുക്ക്. ഓക്കെ ഉല്ലാസേട്ടൻ 1 2 3 ശാലം 3. അഞ്ചേട്ടി ശാലം ഔട്ട്. ഈ കളരി നിർത്ത്. ജസീല ജസീല, ഇവിടെ ആരുമില്ല. ഇവിടെ ഒരു തട്ടുകടക്കാർ മാത്രമേ ഉള്ളൂ. ജസീല 3 മൂലയ്ക്ക് പതിയിരിക്കുകയാണ് ഇവിടെ. ഇറങ്ങിപ്പോയില്ല, ഇനിയും കൊള്ളും. മതി 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 മതി. ഔട്ടായി ഔട്ടായി.
കിട്ടിയാൽ വിടരുത്, കൊന്നേക്കണം. One more left. കിട്ടിയാൽ ആളാം പൂളം വെട്ടിയേക്കണം. Great, 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 great. 5 പേരെയും ഔട്ട് ആക്കിയിരിക്കുകയാണ് ജസീല. നിലവിലിപ്പോ ഈ ഗെയിമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നമുക്ക് ഉല്ലാസേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചോ? സംഭവിച്ചതിന് കുറച്ചുകൂടെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ. എന്തായാലും ഭാഗ്യത്തിന് ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെന്ന് എങ്ങനെ വീശിയാലും ആളൊഴിഞ്ഞു മാറുന്നുണ്ട്, വയറ് തള്ളിത്തല്ല വരുന്നു. ഒരടി കൊള്ളും, എന്നിട്ട് കുനിഞ്ഞൊരൊറ്റ നോട്ടം പൊക്കള് തെറിച്ചു പോയെന്ന്. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പൂമ്പിനും മൃദുലായിരിക്കും അവിടെ നിന്ന് വരാൻ പോണേ കേട്ടോ. ഏട്ടാ, ഞാൻ കണ്ണ് തുറന്നിരിക്കുമ്പോ ഒരു ചാട്ടടി മാത്രമേ തരാറുള്ളൂ. കണ്ണടച്ചിട്ട് ഞാൻ എത്ര അടിയാ തരാൻ പോണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നെ ശപിക്കരുത്. Count down, please. 3, 2, 1. വളരെ അഭിമാനപൂർവ്വം 3 അടിയാണ് ഭർത്താവിന് കിട്ടിയത്. You out. ഉല്ലാസേട്ടൻ 2. Yes, Shalu. Okay. അനുവൊക്കെ അവിടെ ഞാറുകട വന്നാണ്. 2. അനു 4. Okay, Shalu 4. അനു മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അനു ബ്രില്യന്റ് പ്ലേ. കഴിഞ്ഞ തവണ അതെ. എന്ത് ബ്രില്യൻ പ്ലേ അത് നോക്ക്. നടന്നേ ഇതെന്ത് ബ്രില്യൻ പ്ലേ? ഇത് എത്ര സമയം കൊണ്ട് ഇത് ഊരി കളഞ്ഞത്? എവിടെ ഊരിക്കളഞ്ഞാണോ? ഇതില്ലായിരുന്നു. അനുവിന്റെ കാര്യം പാനല് തീരുമാനിക്കട്ടെ. അനു ആദ്യമേ ഫീൽഡ് ഔട്ടായി, ഇപ്പൊ ഇവിടുന്ന് ഔട്ടായോ? ഹായ്, how are you? ഇത് ഇങ്ങനെ സാധിക്കണോ? ഞാൻ ഇതുവരെ ഒരാൾക്കും ഇങ്ങനെ ഒരു അടി കിട്ടിയിട്ടില്ല. യുവ അടിയോടടി. അതാണ് മനപ്പുറത്ത് എന്ന് പറയുന്നത്. കണ്ണ് കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഭർത്താവിനെ അടി കറക്റ്റ് ആയിട്ട് വരും. ലക്ഷ്മി, എന്താ മൃദുലായി കണ്ണ് കാണാൻ വേണ്ടി ഇത്ര അടി അടിച്ചപ്പോ കണ്ണ് കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ? അപ്പോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ആരാ? ഞങ്ങാ ടീം. Congratulations to നമ്മുടെ തങ്കു ആപ്പ് ടീം.